ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇത് ഇന്റർവ്യൂ ആണോ അതോ റീമേക്ക് ആണോ എനിക്ക് സംശയം തോന്നി. കാരണം ഒരു 10-15 വർഷം മുമ്പാണ് അന്ന് ശ്രീനിവാസൻ പിണറായി വിജയനെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ശ്രീനിവാസൻ എന്ത് ചോദിച്ചോ അത് തന്നെയാണ് ഇന്ന് ലാലേട്ടനും ചോദിച്ചിരിക്കുന്നത്. ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ അതേ കാര്യങ്ങൾ. പക്ഷെ അന്ന് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിന് ഡീറ്റെയിലിങ് കമ്മിയായി. അന്ന് സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, പിന്നെ ശ്രീനിവാസൻ ആയതും കൊണ്ടുമായിരിക്കാം ആ ഇന്റർവ്യൂ അന്ന് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതേ ഇന്റർവ്യൂ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ചെയ്തപ്പോൾ നല്ല അറ്റൻഷൻ കിട്ടി. എന്തായാലും ഇതൊരു ഇന്റർവ്യൂ അല്ല, ഇതൊരു ഇമ്പാക്ട് പ്ലാനിങ് തന്നെയാണ്. കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻസ് ഇല്ല, ഗവൺമെന്റ് ഇഷ്യൂ ഇല്ല, പേഴ്സണൽ കാര്യങ്ങൾ മാത്രം. സാർ ആദ്യമായി കണ്ട സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? വളരെ ചെറുപ്പത്തിലുള്ളതായതുകൊണ്ട് അത്ര ഓർമ്മയില്ല. അത് നാട്ടിൽ വെച്ചായിരിക്കും കണ്ടിരിക്കുന്നത്. അതെ, അന്ന് ചെറിയ ടാക്കീസുകൾ നാട്ടിലുണ്ടാവുമല്ലോ. എന്തിനാ ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണത്? മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ എന്ത് നടക്കണു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം, അത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ ശരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാവും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അന്ന് ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിലും ഇന്ന് ലാലേട്ടന്റെ ഇന്റർവ്യൂവിലും ഒരേ ഒരു വ്യത്യാസമുള്ളൂ. അന്ന് അതൊരു കോൺവെർസേഷൻ ആയിരുന്നു, ഇന്ന് അത് ക്യാമ്പയിനായി. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ വളരെ കാൽക്കുലേറ്റഡ് തന്നെയാണ്. ഇമേജ് സോഫ്റ്റ് ആക്കണം, പബ്ലിക് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യണം, പെർഫെക്റ്റ് PR ടൂള്. പക്ഷെ ഇമേജ് മാറിയാലും റിയാലിറ്റി ഒരിക്കലും മാറില്ല. കാരണം ലാവലിംഗ് കേസും TPന്റെ കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും പരിങ്ങിയിട്ടുണ്ടാവും. ജനങ്ങൾക്ക് അറിയേണ്ട പൊളിറ്റിക്സ് ആണ്, പക്ഷെ കിട്ടിയതോ പേഴ്സണൽ കാര്യങ്ങളും. ഒരു സിനിമാറ്റിക് സ്റ്റൈൽ, ലൈറ്റിംഗ്, സ്ക്രിപ്റ്റ്, ഇമോഷണൽ ടോണൊക്കെ വരുത്തി ലീഡേഴ്സിനെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വരുത്താനുള്ള ഒരു പെർഫെക്റ്റ് പ്രൊഡക്ഷൻ. കരഞ്ഞു പോയ സന്ദർഭമുണ്ടോ? അമ്മയുടെ മരണം അതല്ലാതെ? ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ വളരെ ഇന്റലിജന്റ് ആൻഡ് കാൽക്കുലേറ്റഡ് പ്ലെയർ തന്നെയാണ്. ആര് തോറ്റാലും അദ്ദേഹം ജയിച്ചിരിക്കും. ഇത് ഗവർണൻസ് അല്ല, ഇത് ശരിക്കും നല്ലൊരു മാർക്കറ്റിംഗ് തന്നെയാണ്. VT സതീശൻ യൂട്യൂബറായ യൂട്യൂബേഴ്സിന്റെ എല്ലാം അടുത്ത് പോയിട്ട് സാധാരണക്കാരനെ പോലെ പെരുമാറി നല്ല ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തപ്പോൾ പിണറായി വിജയൻ അതിലും സാധാരണക്കാരനായിട്ട് ബിഹേവ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് ഇമോഷണൽ മാർക്കറ്റിംഗ്. പ്രതിഷ്ഠാം പ്രതിമാം ഭജയിൽ കരസ്ഥ പായസം തെക്ത കോപ്പരസ്ഥ ഗളം പിൻപി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ.